നിർഭാഗ്യവശാൽ താൻ ഒരു അസുര ജന്മത്തിന്റെ കയ്യിൽ പിടിപെട്ടിരിക്കുകയാണ്. ദേവിയേ, ആരാ അസുരജന്മം? എന്താ ചെയ്യണ്ടേ? ഭാഗ്യമില്ലെങ്കിൽ തന്റെ കുടുംബം വരെ വിൽക്കേണ്ടി വരും. ധനനഷ്ടം, മാനഹാനി, അപമാനം, ഇതൊക്കെയാണ് ഫലം. കഷ്ടപ്പെടും. ഇനി കുറേ കാലം താൻ കഷ്ടപ്പെടും. പോംവഴി എന്തെങ്കിലും ഉണ്ടോ തിരുമേനി? പേടിക്കണ്ട, നോമല്ല ഇവിടെ ഇരിക്കണത്. നാം ഉള്ളപ്പം തന്റെ കാര്യം നോം ഏറ്റു. ഞാൻ എന്താ തിരുമേനി ചെയ്യേണ്ടത്? പക്ഷേ കുറച്ച് പണച്ചെലവൊക്കെ വരും കേട്ടോ. തുടക്കത്തിൽ അഡ്വാൻസ് ആയിട്ടൊരു 15,000 രൂപ തരിക. ഗൂഗിൾ പേ സ്വീകരിക്കും. അങ്ങയുടെ QR കോഡ് അല്ലെങ്കിൽ നമ്പർ ഞാൻ ആ വിളിച്ച നമ്പറിലേക്ക് അയച്ചാൽ മതിയോ? മതി. ജീവിതത്തിൽ താൻ കണ്ടുമുട്ടാൻ പാടില്ലാത്ത അസുരജനത്തെയാണ് താൻ കണ്ടുമുട്ടിയിരിക്കുന്നത്. തനിക്കത് പിന്നെ ബോധ്യപ്പെടുമ്പോ കാലം കഴിഞ്ഞു പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ, അയച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ഏത് രൂപത്തിൽ വന്നാലും സ്വീകരിക്കാനാണ് ശാസ്ത്രം പറയുന്നത്. തന്റെ ഈ ദോഷത്തിന്റെ പ്രത്യേകത എനിക്കറിയാവോ? മാനഹാനി, പണനഷ്ടം ഇതെല്ലാം ഉണ്ടാവും. പോയിട്ട് ബുധനാഴ്ച വരിക. വരുമ്പോ ഒരു 15,000 രൂപ കരുതി വെക്കുക. 15,000 നിന്നാ ഭാഗ്യം. എങ്ങനെയെങ്കിലും രക്ഷിക്കണേ സ്വാമി. അറിയാലോ, അസുരജന്മത്തിന്റെ കയ്യിലാണ് വിട്ടിരിക്കുന്നത്. രക്ഷപ്പെടണമെങ്കിൽ കുറച്ചധികം കാശ് മുടക്കേണ്ടി വരും. തിരിഞ്ഞു നോക്കാൻ പോവുക. തന്റെ കാര്യം നാം ഏറ്റു. പോയോ ചപ്പൻ? എന്റെ ഭഗവാനെ, ഇതുപോലുള്ളവന്മാരെ ദിവസം എന്റെ മുന്നിലേക്ക് വിടണേ. അവർ റേഷൻ കാർഡിന്റെ കോപ്പിയാണ് ജാതകം എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കുന്നത്. മണ്ടൻ ചപ്പൻ. അവന്റെ കാര്യം തീരുമാനമായി. അവന് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവൻ അവന്റെ സ്വന്തം വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറും. വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്കും. സംഭവാമി യുഗേ യുഗേ.